കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സപ്ലി അടിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് തരാം, നിങ്ങളെ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ ഇട്ട്. ഭയങ്കര നല്ല റെസ്പോൺസ് കിട്ടി. ഒരുപാട് പേര് ഷെയർ ചെയ്തു. ഒരുപാട് പേര് ഞാൻ പറഞ്ഞ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇവർക്കൊക്കെ സംശയമുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവരെ പാസ്സാക്കുക എന്നുള്ളത്. ഞാൻ ആദ്യം എന്നെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അംബ്രാസ് എന്നാണ്. എൻ്റെ വീട് ചെർപ്പളശ്ശേരിയാണ്. ഞാനിപ്പോൾ എഡെക്സ് ലൈഫ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 20 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് സ്കില്ലും ബാക്കി കാര്യങ്ങളും പ്രാക്ടിക്കലി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 5 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, 2 years ഓഫ് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഇതാണ് ലാസ്റ്റ് ഒരു MBA കോളേജിൻ്റെ മാനേജറുടെ വർക്ക് ചെയ്ത്. ഇനി ഞാൻ നിങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി പാസ്സാവാൻ എത്ര മാർക്കാന്ന് അറിയാം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BCom BBA. ഈ വീഡിയോ കാണുന്നത് 2019 ശേഷം അഡ്മിഷൻ എടുത്ത കുട്ടികളാവണം എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം അവർക്കുള്ള ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷ പാസ്സാവുക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് വലിയ ബുദ്ധിമുട്ടല്ല. പല കാരണം കൊണ്ട് നിങ്ങൾക്ക് സപ്ലി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പേപ്പർ ബാക്ക് വന്നിട്ടുണ്ടാവും. മേ ബി വീഡിയോ കാണുന്ന ആൾ പുതുതായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ ഇതിലുള്ളൊരു കാര്യം എന്താ വെച്ചെങ്കിൽ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചെങ്കിൽ ഇനിയുള്ള കാലത്ത് ഫെയിൽ ആവാനാണ് ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇയാളെന്ത് തേങ്ങയാണ് ഈ പറഞ്ഞത്, ഫെയിൽ ആവാൻ, ഞങ്ങൾ ഫെയിൽ ആയതല്ലേ എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പാസ്സാവാൻ വെറും 35% മാർക്ക് മതി, ടോട്ടൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കേട്ടോ. അതായത് 100-ൽ 35 മാർക്ക് കിട്ടിയാൽ മതി. അതിൽ 20 മാർക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നിങ്ങൾക്ക് ടീച്ചേഴ്സിന് തരാൻ വേണ്ടി പറ്റും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര മാർക്ക് ഇൻറ്റേർണൽ കിട്ടി എന്നുള്ളൊരു പുസ്തകത്തിൽ എഴുതി വെക്കുക. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായ കാര്യം എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിങ്ങളത്തെ ആ ഡാറ്റ മിസ്സായി, എത്ര മാർക്കാന്ന് ഓർമ്മയില്ല, ഒരു പ്രശ്നമല്ല. നിങ്ങൾ ടീച്ചേഴ്സിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പഴയ വാട്സപ്പിലെ ഗ്രൂപ്പിലെ ചാറ്റുകൾ നോക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കോളേജിൽ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇൻറ്റേർണൽ മാർക്ക് അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് അവരുണ്ടാവും. അപ്പോൾ അത് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ വിളിച്ചിട്ട് കളക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടി വിചാരിച്ചോ, നിങ്ങൾക്ക് പാസ്സാവാൻ ആ സബ്ജക്റ്റിൽ വെറും 15 മാർക്ക് മതി. 15-ൽ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ പാസ്സായി. സംശയം ഉണ്ടെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കോളി, ഒന്ന് പോസ് ചെയ്തിട്ട്. ഇതിൽ കൊടുത്ത് മനസ്സിലായില്ലേ? 35 മാർക്കിൻ്റെ മുകളിലുണ്ടായ കുട്ടി പാസ്സാണ്. 20 മാർക്ക് അറ്റ്ലീസ്റ്റ് 20% ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ 4 മാർക്കിൽ കൂടുതൽ എന്തായാലും എല്ലാവർക്കും ഇൻറ്റേർണൽ മാർക്ക് തന്നിട്ടുണ്ടാവും. അതിലൊന്നും എനിക്കൊരു സംശയമില്ല. ഒരു കോളേജും നിങ്ങൾക്ക് അത്രമാത്രം ഒന്നും ഇൻറ്റേർണൽ ഇനി 5 മാർക്കെങ്കിലും മിനിമം തരും. ഇനി 20 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 15 മാർക്ക്, 15 മാർക്ക് ഇൻറ്റേർണൽ കിട്ടിയിട്ടുള്ളെങ്കിൽ ആ കുട്ടിക്ക് 20 മാർക്കിൽ എക്സാമിൽ എഴുതിണ്ടാക്കണം. 10 മാർക്ക് ഇൻറ്റേർണൽ കിട്ടിച്ചെങ്കിൽ 25 മാർക്ക്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും ഇൻറ്റേർണലും എക്സ്റ്റേണലും എത്ര മാർക്കാണ് പാസ്സാവേണ്ടതെന്നുള്ളത്. ഇനി ഇത് വാങ്ങാൻ ഭയങ്കര ഈസിയാണ്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കേട്ടോ, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് ഓർമ്മ ഉണ്ടോ? ടോട്ടൽ 27 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ടോട്ടൽ ഉള്ളത്. സംശയമല്ലല്ലോ, 27 ക്വസ്റ്റ്യന്. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം, സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുതരാം. 3 സെക്ഷനിലായിട്ട് സെക്ഷൻ 1 വരുന്നത് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യനാണ്. സെക്ഷൻ 2 സെക്ഷൻ ബിയിൽ വരുന്നത് 8 ക്വസ്റ്റ്യനാണ്. സെക്ഷൻ 3 വരുന്നത് നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യനാണ്. അങ്ങനെ ടോട്ടലി 27 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര വരുന്നുണ്ട്? 25 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ആൻസർ ചെയ്യാനുള്ള ശരി ഉത്തരം ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളതുണ്ട്. കാരണം സീലിംഗ് എന്ന് പറഞ്ഞ സംഭവം, സീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അതിൽ ഏറ്റവും ടോപ്പ് മാർക്കുകൾ മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. എല്ലാത്തിനും മാർക്ക് കിട്ടും, എന്ത് ചെയ്താലും മാർക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ശരി ഉത്തരം മാത്രമല്ല എഴുതാൻ പറ്റുക, തെറ്റോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും 25 ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ബൈ ചാൻസ് നിങ്ങൾക്ക് എന്തോ സമയം കിട്ടുമോ, നിങ്ങൾ അറ്റൻഡ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 3 മാർക്ക് വേണ്ട, 8 മാർക്ക് വേണ്ട, അല്ലെങ്കിൽ 15 മാർക്ക് വേണ്ട, എസ്സേക്ക് അടക്കം 1 മാർക്ക് കിട്ടി വിചാരിച്ചാൽ മതി. ഷോർട്ട് എസ്സേക്ക് 1 മാർക്ക്, മറ്റേ ചെറിയ 3 മാർക്കിൻ്റെയും 1 മാർക്ക്, അങ്ങനെ 25 ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 മാർക്കായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എഴുതുന്ന ഉത്തരത്തിൽ 1, 2, 3 ക്വസ്റ്റ്യൻ എങ്കിലും അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ എങ്കിലും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവില്ലേ? അപ്പോൾ അതിന് ഫുൾ മാർക്കും എല്ലാം കൂടെ ആവറേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് വെച്ച് കിട്ടുകയാണെങ്കിൽ കൂടി നിങ്ങൾ പാസ്സാവും. മനസ്സിലായില്ല? അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഈ 1 മാർക്കെങ്കിലും കിട്ടുക? 1 മാർക്ക് കിട്ടാൻ ഇപ്പോഴത്തെ കാലത്ത് ഒരു പണിയില്ല. കാരണം ഒരു ടീച്ചേഴ്സും നിങ്ങളെ ഫെയിലാക്കാൻ വേണ്ടിയിട്ടല്ല ആൻസർ ഷീറ്റ് നോക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഞങ്ങൾ വാല്യുവേഷൻ ക്യാമ്പിൽ പോയിരുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഒരു ടീച്ചർക്ക് ഒരു ആഗ്രഹം ഒരു കുട്ടീനെ ഫെയിലാക്കണം എന്നുള്ളത്. ആ പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പാസ്സായി കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളോട് പറഞ്ഞ് ആലോചിച്ച് നോക്കുക, ടോട്ടൽ 27 ക്വസ്റ്റ്യനിൽ
2 ക്വസ്റ്റ്യൻ എസ്സേയിൽ നിങ്ങൾ എഴുതണ്ട, അത് 2 എഴുതാൻ പറ്റുള്ളൂ. ബാക്കി ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ 1 മാർക്ക്, ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത് 1 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു പാരഗ്രാഫും അതിന് താഴെയുള്ളതാണ്. ഇനി നമ്മളെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന അടുത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് എങ്ങനെയാണ് ഇത്ര പോകുന്നിട്ട്, അതായത് 10 കഴിഞ്ഞു, SLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്ന് പോലും അറിയില്ല. ഞാൻ അതിനെക്കുറിച്ചിട്ട് അറിയാം. 3ാമത്തെ പോയിന്റ് ഹൗ ടു റൈറ്റ് എക്സാം എന്നല്ല, എക്സാംസ് എങ്ങനെ റൈറ്റ് ചെയ്യാൻ എക്സാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ ബ്രാക്കറ്റിൻ്റെ സൈഡിൽ നമ്മൾ കൊടുക്കണം. ഞാനൊരു പേപ്പറിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ ആവും നിങ്ങളൊരു പേപ്പർ കിട്ടുന്നുണ്ടാവും അല്ലേ, ഒരു ആൻസർ ഷീറ്റ് ഇതുപോലെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഈ സൈഡ് ഉണ്ടോ, ഈ സൈഡ് നിങ്ങൾ ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. 2 സൈഡും എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫോൾഡ് ചെയ്യുക. ഈ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ഷീറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. ഈ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ പേപ്പർ തുറന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ, എനിക്ക് കാണുമെന്നറിയില്ല, ഇതേപോലത്തെ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നമ്പർ 1 2 3 എന്നുള്ളതിലേക്ക് ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇവിടെ എഴുതിയതിനു ശേഷം ഇതിൻ്റെ ഉള്ളിൽ മാത്രം എഴുതാൻ വേണ്ടി നോക്കുക. പിന്നെ ഈ സൈഡിൻ്റെ അപ്പുറത്ത് നിങ്ങൾ എഴുത്ത് പോകരുത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടിട്ടില്ലേ, ടെക്സ്റ്റ് ബുക്കിൽ ഈ അറ്റം തുടങ്ങി ഈ അറ്റം വരെ, ഈ പോയിന്റ് വരെ അവർ എഴുതുന്നത് കണ്ടിട്ടുണ്ടോ, പ്രിന്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതുപോലെ എഴുതണ്ട. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ബുക്കുകളൊക്കെ ഹെഡ്ലൈൻ കണ്ടിട്ടില്ലേ, ഹെഡ്ലൈൻ എന്തുണ്ടാവും, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ടാവില്ലേ. അപ്പം നിങ്ങൾ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണെങ്കിൽ ഒരു ഹെഡ്ലൈൻ കൊടുക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. മനസ്സിലായോ? സെക്കൻഡ് താഴെ നമ്മൾ ഒരിക്കലും ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഇവിടുന്ന് ഈ പോയിന്റ് നിന്ന് ചെയ്യണമെന്നില്ല, ഒരു ടാബ് ഇട്ടിട്ടാണ് എഴുതേണ്ടത് അല്ലേ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടാബ് ഇട്ടിട്ട് എഴുതി തുടങ്ങുക. എന്ത് എഴുതാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം, നിങ്ങൾ അതിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ആ രീതിക്ക് നിങ്ങളൊരു 3 ലൈൻ, ഒരു 3 മാർക്കിന് അറ്റ്ലീസ്റ്റ് അവിടെ പറഞ്ഞു, മിനിമം പറയണത് ഒരു 3 ലൈൻ 4 ലൈൻ എഴുതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ഷുവറായിട്ടും കിട്ടും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് 1 മാർക്ക് അല്ലെങ്കിൽ അര മാർക്കിൻ്റെ അടുത്ത് കിട്ടും. അതിൽ നിങ്ങൾ സംശയം കരുതണ്ട. ഇത് ഞങ്ങൾക്കൊരു പ്രോമിസ് ചെയ്യാണ്, ടീച്ചേഴ്സ് തരും മാർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഇതാ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരുപാട് ഒരു മുകളിലും അടിയിലൊക്കെ ലൈന് വിട്ടാലും പ്രശ്നമില്ല, വൃത്തിയിൽ എഴുതുക. കാരണം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് അറിയാം, നിങ്ങൾ ഇതുപോലെ എഴുതുകയാണ് വിചാരിച്ചു, നമ്പർ ഇട്ട് ഹെഡ്ലൈന് കൊടുത്ത് ഹെഡ്ലൈൻ അണ്ടർലൈൻ ചെയ്ത് ഒരു ടാബ് വിട്ട് നിങ്ങൾ അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഇത് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ പറ്റിച്ചാൽ മതി ടീച്ചർമാരെ. ഈ വാല്യുവേഷൻ വരുന്ന ടീച്ചർക്ക് അറിയില്ല നീ പഠിക്കണ കുട്ടിയാണോ, നിൻ്റെ അറ്റൻഡൻസ് കംപ്ലീറ്റഡ് ആണോ, അല്ലെങ്കിൽ നിനക്ക് ഇൻറ്റേർണൽ 20ൽ 20 ആണോന്നൊന്നും അറിയില്ല. അവർക്ക് ആകെ കാണുക, അവർ നിങ്ങളെ ഈ ആൻസർ ഷീറ്റ് മാത്രം അവർ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. അത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആൻസർ ഷീറ്റ് കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ വരണം, ഈ കുട്ടിക്ക് എന്തൊക്കെയുണ്ട്. അപ്പോൾ ഈ രീതി നിങ്ങൾ ആൻസർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഇതുപോലെ പോയിന്റ് ആക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാക്സിമം പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് പല സ്കെച്ചുകളുണ്ടെന്നല്ല പറഞ്ഞിട്ടോ. ഇപ്പം നിങ്ങൾക്കൊരു എന്താ പറയുക, BCom BBA കാരനാവുന്നുണ്ട്, ഒരു മാനേജ്മെൻറ്റിൻ്റെ എന്താ പറയുക ഫംഗ്ഷനൊക്കെ ചോദിച്ചാൽ പ്ലാനിങ് ഓർഗനൈസ് നമ്മൾ ലിസ്റ്റ് എഴുതുന്ന പോലെ നമുക്ക് ലിസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ചാർട്ട് പോലെ അങ്ങനെ ആ സംഭവം ഉണ്ടാവില്ല, ഒരു പിരമിഡ് പോലെ എൻട്രി ഫയലുകളുടെ 40 എന്താ പറയുക മോട്ടിവേഷൻ, അങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണെന്നറിയോ, മാസ്ലോസിൻ്റെ നീഡാരൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചാർട്ടൊക്കെ വരച്ചിട്ട്, അല്ലെങ്കിൽ കണക്ഷൻ ഒരു ടേബിൾ, അങ്ങനെയൊക്കെ ഒരു പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ഒന്നുകൂടി കിട്ടാനുള്ള ചാൻസ് കിട്ടും. കാരണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ കുട്ടിയോട് പറഞ്ഞ നിങ്ങൾ പറ്റിക്കും, നിങ്ങൾ പട്ടിഷോ അങ്ങനെ പറയാം, പട്ടിഷോ കാണിച്ചോളൂ നിങ്ങൾ പേപ്പറിൽ. അതേപോലെ വൃത്തി ഇങ്ങനെ കാട്ടും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നിങ്ങൾക്ക് നല്ല ഹൈലൈറ്റ് ചെയ്യാനുള്ള പോയിന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാനേജ്മെന്റ് ഇസ് ആർട്ട് ഓഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗെറ്റിംഗ് തിങ്സ് ഡൺ ടു അതേഴ്സ് എന്നൊക്കെ, അല്ലെങ്കിൽ എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സാധനം നിങ്ങൾ എന്ത് ജസ്റ്റ് അണ്ടർലൈനൊക്കെ ചെയ്ത ടീച്ചർ ആയിരിക്കും ഈ കുട്ടിക്ക് എന്തൊക്കെ അറിയുന്നതാണ്. ഞാൻ പറഞ്ഞു കിട്ടുന്നുണ്ടോ? ഈ രീതിക്ക് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു മെത്തേഡിൽ ടൈം നോക്കി കണ്ട്, ഇപ്പം നിങ്ങൾക്ക് എത്ര മണിക്കൂറാണോ എക്സാം വെച്ചെങ്കിൽ ആ ടോട്ടൽ മണിക്കൂറിനെ നിങ്ങൾക്ക് വേണ്ട മാർക്ക് വെച്ചിട്ട് 80 മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാർക്കിന് എത്ര ടൈം എഴുതണം എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കി ആ ഒരു ടൈം കാൽക്കുലേഷൻ വെച്ച് വാച്ചൊക്കെ നോക്കി നിങ്ങൾ ഇതുപോലെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയാണ്, ശരിയുത്തരമാവണമെന്നില്ല, നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയുത്തരമാവണമെന്നില്ല, ഇതുപോലെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ളത് 99% ഞാൻ പ്രോമിസ് ഷുവർ ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടും നിങ്ങൾക്ക് പാസ്സാവില്ല, നിങ്ങൾക്കൊരു കോൺഫിഡൻസ്, നിങ്ങൾ ഇനി വീഡിയോ കാണും വേണ്ട, നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റും വേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഞാൻ കൂടുതൽ ലെങ്തി ആയെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങൾ കമൻറ്റിലും ബാക്കിയുള്ളതിലൊക്കെ ഇട്ട് ഞാൻ അപ്പോൾ അതിനനുസരിച്ച് എന്ത് വീഡിയോ ഷോർട്ടാക്കാം, ഒന്നുകൂടി വേറെ പ്രൊഫഷണലായിട്ട് ബോർഡൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണം, നിങ്ങൾ പാസ്സാവണം, അത് മാത്രമേ നമ്മുടെ ആഗ്രഹമുള്ളൂ. അപ്പം 3 കാര്യങ്ങളാണ് പറഞ്ഞ്, അതിൽ 1ാമത്തെ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് വേണ്ട മാർക്സ്, ഇൻറ്റേർണൽ മാർക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക, എത്ര മാർക്ക് നോക്കിയിട്ട് ആ ഒരു ടാർഗറ്റിൽ വേണം നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ.
അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്നാമത്തെ ടാസ്ക് എന്താണ്, ഇൻറ്റേർണൽ മാർക്സും ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. എല്ലാ സബ്ജക്റ്റിൻ്റെ ഫെയിൽ ആയത് കേട്ടോ, പാസ്സായതിന് നമ്മൾ നോക്കിയിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടത് 25 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള പ്രിപ്പയർ ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ അത് നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ തേർഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ഞാൻ എഴുതുന്ന കാര്യം ബ്ലൂ ഇങ്കും ബ്ലാക്ക് ഇങ്കും കൊണ്ടാണ് ഞാൻ പരീക്ഷ ആൾക്ക് പോയിന്ന്. ബ്ലൂ ഇങ്ക് കൊണ്ട് എന്ത് ചെയ്യും, എഴുതി കഴിഞ്ഞാൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് എഴുതുമ്പോൾ ടീച്ചറെ കാണുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഷോ ഇറക്കുക എന്ന് പറയില്ലേ, അതാണ് സംഭവം. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ എത്രത്തോളം ഷോ ചെയ്യുന്നുണ്ടോ അനുസരിച്ച് പാസ്സാവാനുള്ള പെർസെൻറ്റേജ് കൂടെ. ഇനി ഞാൻ വേറെ കാര്യം പറയാം, ഞാൻ ക്രാഷ് കോഴ്സ് നടത്തിയിട്ട് ഇതുവരെ അതിലൊരു കുട്ടികൾ ഫെയിൽ ആയില്ല, അല്ലെങ്കിൽ 99% കുട്ടികൾ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവരോട് ഈ മെത്തേഡൊക്കെ എടുത്തിട്ട് എൻ്റെ ക്ലാസ്സിലായിക്കോട്ടെ, ഞാൻ എടുത്ത സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർ എഴുതുന്നുണ്ട്, പാസ്സാകുന്നുണ്ട്. നിങ്ങളെ കൊണ്ടും പറ്റും. നിങ്ങൾക്ക് ഇനി ഇതുവരെയുള്ള നോളജൊന്നും അറിയില്ല, എനിക്ക് ക്യൂട്ടിൻ്റെ ഇക്വേഷൻ അറിയില്ല, അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ് അറിയില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പാസ്സാക്കി തരാം. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അംബ്രാസ്കേട്ടി എന്നാണ് പേര്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യൂട്യൂബ് പിന്നെ പറഞ്ഞ പോലെ ഇത് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.